നമ്മളെ 15th ക്വസ്റ്റ്യൻ. സി 15th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 15th ക്വസ്റ്റ്യൻ അല്ലേ. നോക്കാം നമുക്ക്. എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് -q and mass m moves in a circle of radius r around an infinitely long line charge of linear charge density plus lambda, then time period will be given as. See, നമ്മളെ കയ്യിൽ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ചാർജ് ഉണ്ട് അല്ലേ, ഒരു ചാർജ്ഡ് വയർ, ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. ഇതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി പ്ലസ് ലാംഡയാണ്. ഓക്കെ, ദെൻ ഒരു ചാർജ് -q എന്ന് പറയുന്ന ചാർജ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ അറൗണ്ട് ദിസ് ലൈൻ ചാർജ് അല്ലേ. സോ ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ ഇവൻ്റെ ചാർജ് -q ആണ് അല്ലേ. നമുക്കറിയാം ഇവിടെ ഈ സപ്പോസ് ഈ 6 ഡിസ്റ്റൻസിൽ ഈ ലൈൻ ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും അല്ലേ. ആ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഇവൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സി ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഇത് പ്ലസ് ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിൽ വരും അല്ലേ. അപ്പോൾ ഈ -q ചാർജിൻ്റെ മുകളിൽ FE എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക, ടുവേർഡ് സെൻറ്റർ ആണ് അല്ലേ. ആ ഇലക്ട്രിക് ഫോഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളോട് ടൈം പീരീഡ് കാണാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് m⍵² r എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എടുത്താൽ ഈക്വൽ ടു അല്ലേ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫോഴ്സ് ആയിരിക്കണ്ടേ അല്ലേ. എടാ ഇവിടെയുള്ള ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടോ? 2k λ/r എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണെങ്കിൽ അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് q × E എന്നല്ലേ വരിക. അപ്പോൾ m⍵² is equal to 2k λ/r into q എന്ന് വരും. ഞാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ് പറയുന്നത് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആ മൈനസ് സൈൻ എടുക്കാഞ്ഞത്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എന്താണ് കാണേണ്ടത്? ടൈം പീരീഡ് അല്ലേ കാണേണ്ടത്. അതിനാ ഒമേഗ എന്ന് പറയുന്നത് 2π/t അല്ലേ. അപ്പോൾ ഒമേഗ നിങ്ങൾ 2π/t എന്ന് കൊടുത്താൽ ω² എന്ന് പറയുന്നത് 4π²/t² into r ഈക്വൽ ടു 2k λ/r into q എന്ന് വരും അല്ലേ. ഇവിടുന്ന് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് t² ഈക്വൽ ടു എന്ത് വരും? t² ഈക്വൽ ടു 4π² അല്ലേ ഇൻറ്റു r² ഡിവൈഡഡ് ബൈ 2k λ/q എന്നല്ലേ നമുക്ക് t² കിട്ടുക അല്ലേ. അവിടുന്ന് t കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ. സോ t is equal to 4π² r² m ഡിവൈഡഡ് ബൈ 2k λ into q എന്ന് വരും അല്ലേ. ഇതിൽ റൂട്ട് എടുക്കാൻ നോക്ക്. ഈ 4ൻ്റെ റൂട്ട് 2 അല്ലേ, π² റൂട്ട് π അല്ലേ, r² റൂട്ട് r അല്ലേ. അത് നമ്മളിങ്ങ് പുറത്തെടുത്താൽ 2πr റൂട്ടിൻ്റെ പുറത്ത് വരും ഈക്വൽ ടു റൂട്ട് ഓഫ് m ഡിവൈഡഡ് ബൈ 2k λ into q എന്ന് ആൻസർ വരും അല്ലേ. സോ വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലേ. 2πr into root of m by 2k λ into q.